ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ്. അതായത് ആ മണ്ണുത്തി സെൻറ്റർ ഉണ്ട്, മണ്ണുത്തി സെൻറ്റർ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെയുള്ള ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ആ മേൽപ്പാലത്തിൻ്റെ അടിഭാഗം. അവിടെ നിന്ന് വെറും 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പുതിയ വീട്ടിലേക്കായിട്ടുള്ളത്. 4600 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയുള്ള പുതിയൊരു വീടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ 2 സൈഡിലും നല്ല വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ്. അതൊരു 5.5 മീറ്ററോളം വീതി കൂടിയ ഒരു ടാറിംഗ് റോഡ്. അതായത് ഒരു വണ്ടി ഇവിടെ ഓൾറെഡി കിടക്കുകയാണെങ്കിൽ ഒരു വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള സ്പേസുള്ള ഒരു 5.5 മീറ്ററോളം വീതിയുള്ള റോഡാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് തൊട്ടടുത്ത് കാണാം, അത്ര അടുത്താണ്. അതുപോലെ ഈ സൈഡും വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡും ടാറിംഗ് റോഡ് തന്നെയാണ്. അതുപോലെ ധാരാളം വീടുകളുള്ള, പുതിയ വീടുകളുള്ള നല്ലൊരു 12ഓളം വീടുകൾ വരുന്നൊരു വില്ലയാണിത്. ഒരുവിധം 6-7 വീടുകളിലൊക്കെ ഓൾറെഡി ആളുകൾ ഇവിടെ താമസിക്കുന്ന ഒരു വില്ല തന്നെയാണ്. നല്ല വീതി കൂടിയ ഒരു സ്ലൈഡിംഗ് ആയിട്ടാണ് മുൻവശം കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്ത് നമുക്കൊരു വലിയ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം. അതുപോലെ ചെറിയ വാഹനങ്ങളാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നല്ലൊരു ബോക്സ് ടൈപ്പ് മോഡലാണ് ഈ വീട് ഇവിടെ എലിവേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം LED ബൾബുകളും അതുപോലെ ടെക്സ്ചർ വർക്കുകൾ, പെയിൻറ്റിങ്, കളർ പെയിൻറ്റിങ്, നല്ലൊരു മനോഹരത കൂട്ടുന്ന വീട് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ. ഒരു ഡബിൾ പാളി ഡോറാണ് തേക്ക് വുഡിൽ കൊടുത്തിട്ടുള്ളത്. കയറി വരുന്ന ലിവിംഗ് ഹാളാണിത്. നല്ല വീതി കൂടി ടൈല്, അതായത് 3x3 സൈസ് ടൈല് തന്നെയാണ് അപ്പോക്സിൽ കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഹാളാണിത്. നല്ല വീതി കൂടി ടൈല്. അതുപോലെ മൾട്ടിവുഡിൽ നല്ലൊരു TV യൂണിറ്റ്, നല്ല കളർഫുള്ളായിട്ടൊരു വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിൽ അതും LED ബൾബുകളൊക്കെ കൂടിയിട്ട് ഒരു TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തത്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വിൻഡോസുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ധാരാളം ഹാങ്ങിങ് ബൾബും അതുപോലെ LED ചെറിയ കളർ ബൾബുകളൊക്കെ നല്ല ഒരു ഭംഗി കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ലിവിംഗ് ഹാൾ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മൾട്ടികൂടി തന്നെ ഒരു ആർച്ച്, ചെറിയ LED ബൾബുകളൊക്കെ വെച്ച് ഹാങ്ങിങ് ബൾബൊക്കെ വെച്ചിട്ട് ഒരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ലിവിംഗ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെയും അതേപോലെ തന്നെ 3x3 സൈസ് ബെറ്റർ ടൈല് തന്നെയാണ് അപ്പോക്സിൽ കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നത്. 6 പേർക്കൊക്കെ ഈസി ആയിട്ട് ചാരിട്ടിരിക്കാവുന്ന ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ് കേട്ടോ. അതുപോലെ ഇവിടെ മുകൾ വശത്തും ഡൈനിങ് ഹാളിൻ്റെ മുകൾ വശത്തും ഹാങ്ങിങ് ബൾബും LED ബൾബും കളർ പെയിൻറ്റിങ്ങും നല്ല രീതിയിലുള്ള ഹോൾസെയിലിംഗ് വർക്കുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് വാഷേരിയും കൊടുത്തിട്ടുണ്ട്. മിററോട് കൂടിയിട്ടുള്ള അവിടെയും ഹാങ്ങിങ് ബൾബും LED ബൾബൊക്കെ കൂടിയിട്ടുള്ള ഒരു വാഷ് ഏരിയ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലാണ് ആദ്യത്തെ ബെഡ്റൂം. അതേ യൂണിഫോം തന്നെയാണ് ടൈല് ഇവിടെ ഫ്ലോർ ടൈലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് ആഷ് കളറുള്ള അലമാരി വർക്കാണ്. അതും ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 3 പാളിയുടെ ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയാണ് ഇവിടെ അലമാരി വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമിലും നല്ല വീതി കൂടി ടൈൽ തന്നെയാണ് വാൾ ടൈലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റും സോളാറിൻ്റെ പൈപ്പൊക്കെ മുകൾ വശത്ത് വരെ വെച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് 2ാമത്തെ ബെഡ്റൂം. നല്ല വീതി കൂടി ടൈൽ തന്നെയാണ് അപ്പോക്സിൽ കൂടി ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി തന്നെയാണ് അലമാരി വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. മുകളിൽ കൺസീൽഡ് ആയിട്ടാണ് LED ബൾബ് കൊടുത്തിട്ടുള്ളത്. അത് എല്ലാ ഭാഗങ്ങളിലും 4 ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. സറാന കമ്പനിയുടെ മെറ്റീരിയലാണ് ബാത്റൂം മെറ്റീരിയൽസിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം വാഷബിളോട് കൂടിയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ തന്നെയാണ് സ്റ്റയറും കൊടുത്തിട്ടുള്ളത്. ധാരാളം നല്ലൊരു മനോഹരത കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാ ഭാഗങ്ങളും ഹാങ്ങിങ് ബൾബൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്.
കിച്ചണിലേക്കാണ് നമ്മളൊരു ഹാഫ് ഡോറോടുകൂടി കിച്ചണിലേക്ക് പ്രവേശിച്ചു. ഇവിടെ വൈറ്റ് ആൻഡ് ആഷ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്ക് മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ബൾബും കിച്ചണിൽ നല്ല രീതിയിൽ തന്നെയാണ് കിച്ചണും സെറ്റ് ചെയ്തിട്ടുള്ളത്. വെറൈറ്റി ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചണിൻ്റെ ഫ്ലോർ ടൈലായിട്ട്. ചിമ്മിനി ഓപ്പൺ സ്പേസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഓപ്പൺ വർക്ക് ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ കബോർഡ് വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയയിൽ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്. ഇവിടെയൊക്കെ ധാരാളം കബോർഡ് വർക്കുകൾ ഫ്ലോർ ടൈൽ ധാരാളമായിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബേബി മെറ്റലെല്ലാം വിരിച്ച് നമുക്ക് ചെടികളൊക്കെ എന്തെങ്കിലും വെക്കുന്നതിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലൊക്കെ ധാരാളം വീടുള്ള ഒരു ഏരിയ തന്നെയാണിത്. വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം പറ്റാത്ത ഒരു ഏരിയ. സൈഡിലത്തെ ബേബി മെറ്റ് എല്ലാം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ബേബി മെറ്റ് ഇട്ടിട്ടുണ്ട്. 4,600 സെൻറ്റ് സ്ഥലത്ത് 1,800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് 64 ലക്ഷം രൂപയാണ് ഉടമ ചോദിക്കുന്ന വില. നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ. 9 കിലോമീറ്റർ ദൂരം മാത്രമാണ് തൃശ്ശൂർ ടൗണിലേക്ക് ആയിട്ടുള്ളത് കേട്ടോ. അതുപോലെ 3.5 കിലോമീറ്റർ ആ മണ്ണുത്തി ആ സെൻറ്റർ. അത് 100 മീറ്ററാണ് ബസ് റൂട്ടിലേക്ക് വരുന്നത്. മുകൾ വശത്തെ ബെഡ്റൂം. വീതി കൂട്ടി ടൈൽ തന്നെയാണ് ഇവിടെയും അപ്പോക്സിഡി കൊടുത്തിട്ടുള്ളത്. ഒരു 4 ബെഡ്റൂമിലും കബോർഡ് വർക്കൊക്കെ അതും ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി എല്ലാ ബെഡ്റൂമുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാങ്ങിങ് ബൾബുകളും അതുപോലെ കൺസീൽഡ് ബൾബുകളും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം. 4 ബാത്റൂമിലും വെറൈറ്റി ഡിസൈനോട് കൂടിയ വാൾട്ടയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ വശത്തെ ആ സൈഡിലുള്ള വ്യൂസാണ് കാണുന്നത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂമായിട്ട് വരുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും UV ഷീറ്റിലാണ് മറ്റേ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുള്ളത്. അലമാരി വർക്കുകളെ അതിനോട് തൊട്ട് ചേർത്തിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ സെറ എന്ന കമ്പനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഇത് വെച്ചിട്ടുള്ളത്. അതായത് ബാൽക്കണിയിലേക്ക്, ഓപ്പൺ ബാൽക്കണിയിലേക്ക് മുകൾ വശത്തേക്ക് കിടക്കുന്നു. ടഫൻ ചെയ്ത ഗ്ലാസ്സാണ് ഒരു സൈഡിലായിട്ട് മുകൾ വശത്ത് സൈഡിൽ 2 സൈഡിലും കൊടുത്തിട്ടുള്ളത്. ഒറ്റ ലൈനിലുള്ള ടഫൻ ചെയ്ത ഗ്ലാസ്. 3-4 പേർക്ക് ഈസി അടിക്കാനുള്ള സ്പേസ് മുകൾ വശത്ത് ബാൽക്കണിയിലായിട്ടുണ്ട്. റോഡ് സൈഡിൽ കാണാൻ കണ്ട വണ്ടികളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ വർക്ക് നടക്കുന്ന വീടുകളുണ്ട്, താമസിക്കുന്ന വീടുകളുണ്ട്, പണി പൂർത്തീകരിക്കുന്ന വീടുകളുണ്ട്. അങ്ങനെ 12ഓളം വീടുകൾ വരുന്ന നല്ലൊരു അടിപൊളി വില്ലയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ. എല്ലാ സൗകര്യങ്ങളും ഈ സെൻറ്ററിന് ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അതുപോലെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഓപ്പൺ ടെറസാണ്. ഒരു സൈഡിലുള്ള ഓപ്പൺ ടെറസ്. സ്റ്റയർ സൈഡിൽ നിന്ന് ഒതുക്കി മുകളിൽ വശത്തേക്ക് കയറുന്നുള്ള സ്റ്റയർ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല, മഴ നിൽക്കുന്ന കാരണം അതൊക്കെ ലാസ്റ്റാണ് ചെയ്യുക. രണ്ട് ഓപ്പൺ ടെറസാണ് ഇതിന് വരുന്നത്. ഇത് 2ാമത്തെ ഓപ്പൺ ടെറസായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലും അതായത് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് താഴെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്ത് എല്ലാം ഭംഗിയാക്കിയിട്ടാണ് താക്കോല് തരിക. ധാരാളം വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണിത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9 കിലോമീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ ആ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് 3.5 കിലോമീറ്റർ കേട്ടോ, അത്ര അടുത്ത് തന്നെയാണ്. 4,600 സെൻറ്റ് സ്ഥലത്ത് 1,800 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിലുള്ള ഈ വീടിന് 64 ലക്ഷം രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്ന വില. നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ.
വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൂടുതൽ നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. അടുത്തൊരു പുതിയ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.